ഷോപ്പും കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളിൽ എന്തെങ്കിലും നിലത്ത് വീഴുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്ന കുറെ മയിലുകളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള വഴിയുടെ ഒരു വശത്ത് റെഡ് പാണ്ടയെ മരത്തിനുള്ളിലൂടെ ഒരു നിഴല് പോലെ ഞങ്ങൾ കണ്ടു. മറുവശത്ത് ഫിലിപ്പീൻസിൽ കാണപ്പെടുന്ന വിസായൻ ഡിയർ ഉണ്ടായിരുന്നു. ആ വഴി ചെന്നെത്തുന്നിടത്ത് ഒരു ദ്വീപുണ്ട്. ആ ദ്വീപിന് ചുറ്റുമുള്ള വെള്ളത്തില് താറാവിനത്തിൽപ്പെട്ട മഡഗാസ്കർ പൊക്കാഡ്, മല്ലാഡ് എന്നീ പക്ഷികളെയും അവിടെ തന്നെ കാക്കകളെയും പലതരം കൊക്കുകളെയും കാണാം. ആ ദ്വീപിലാകെ പല ഇനത്തിലുള്ള കുരങ്ങുകളാണ് താമസിക്കുന്നത്. അതിനോട് ചുറ്റുവട്ടത്ത് ഒരു ഗ്രേറ്റ് വൈറ്റ് പെലിക്കൺ നടന്നു പോകുന്നത് കണ്ടു. ഇവിടുത്തെ ആളുകൾ ഈ പക്ഷികളെയും മൃഗങ്ങളെയും പ്രകൃതിയെയും ഒക്കെ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കും ഈ പക്ഷികൾക്കൊക്കെ നമ്മളെ കാണുമ്പോൾ പേടിച്ച് ഓടി മാറിപ്പോവാൻ തോന്നാത്തത്. വംശനാശ ഭീഷണി നേരിടുന്ന വെസ്റ്റ് കോസ്റ്റ് ഓഫ് ആഫ്രിക്കയിലെ ഘാനയിൽ മാത്രം കൂടുതലായിട്ട് കാണപ്പെടുന്ന റോളോവേ എന്ന മങ്കിയാണ്. കറുത്ത ശരീരവും തള്ളവിരലില്ലാത്ത കൈകളും നീണ്ട കൈകാലുകളുമുള്ള ഇവ കൊളംബിയൻ സ്പൈഡർ മങ്കിയാണ്. വരണ്ട വനങ്ങളിലും ഈർപ്പമുള്ള വനങ്ങളിലും മേഘക്കാടുകളിലും അധിവസിക്കുന്ന ഇവര് കൂടുതലായിട്ടും ഭക്ഷിക്കുന്നത് പഴങ്ങളാണ്. ഇവരുടെ ശരാശരി ആയുസ് 24 വർഷമാണ്. ഓയിസ്റ്റർ ക്യാച്ചർ എന്ന ഐറിഷ് പക്ഷിയെ മരത്തിന് മുകളിൽ കാണാം. വലിയ ഇരയെ പിടിക്കുന്ന പക്ഷിയാണ് വൈറ്റ് ടെയിൽഡ് സീ ഈഗിൾ. സീ ഈഗിൾ എന്നും അറിയപ്പെടുന്നു. 43 മുതൽ 51 ഇഞ്ച് വരെ ഉയരമുള്ള ഒരു വലിയ ഫ്ലമിംഗോ ഇനമാണ് ചിലിയൻ ഫ്ലമിംഗോ. പിന്നെ കണ്ടത് മധ്യ ആഫ്രിക്കയിലെ കാമറൂൺ മുതൽ ഗാബോൺ വരെയുള്ള വനങ്ങളിൽ കാണപ്പെടുന്ന ചാര നിറത്തിലെ കവിൾത്തടങ്ങളുള്ള ഗ്രേ ചീക്ഡ് മാംഗബി എന്ന മങ്കീനെയാണ്. പിന്നെ ലാർജസ്റ്റ് ഓഫ് ഓൾ ലിവിംഗ് ബേർഡ്സ് ആയ ഓസ്ട്രിച്ചിനെ കണ്ടു. ലോകത്തിലെ ഏറ്റവും വലിയ എലിയായ കാപ്പിബാര, പിന്നെ പിൻകാലുകളിൽ നിൽക്കുകയും വാലുകൾ കൊണ്ട് ബാലൻസ് ചെയ്യാനും കഴിവുള്ള മീർ ക്യാറ്റിനെ കണ്ടു.